പല കാലങ്ങളിൽ പാകിസ്ഥാനിൽ സൈനിക അട്ടിമറി ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അതിന് സമാനമായ ഒരു അട്ടിമറിയാണോ ബംഗ്ലാദേശിലും ഉണ്ടാകാൻ പോകുന്നതെന്ന സംശയമാണല്ലോ അവിടെ നിന്നും പുറത്തു വരുന്നത്. പാകിസ്ഥാനിൽ മാത്രമല്ല, ബംഗ്ലാദേശിലും പലതവണ സൈനിക അട്ടിമറി സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അന്നൊക്കെ ഈ പാകിസ്ഥാനിലുള്ളതുപോലെ സൈന്യം അനിയന്ത്രിതമായി ബംഗ്ലാദേശിൻ്റെ ജനാധിപത്യത്തിലോ അവിടുത്തെ ഇതിലോ ഇടപെടാൻ സാധിച്ചിട്ടില്ല അവർക്ക്. അവർ മനഃപൂർവ്വം ഇടപെടാത്തതാണോ അതോ ഈ പറയുന്നത് പോലെ മൂന്ന് വശവും ഇന്ത്യ ചുറ്റപ്പെട്ട് കിടക്കുകയാണ്. മാത്രമല്ല, ഇന്ത്യയും ബംഗ്ലാദേശുമായിട്ട് വളരെ നല്ല ബന്ധം ആണ് സൂക്ഷിച്ചിരുന്നത്. അതൊക്കെ കൊണ്ട് തന്നെ സൈന്യത്തിനൊരു പരിധിക്കപ്പുറത്തേക്ക് അവിടെ ഈ എന്താ പറയുക, അതിൻ്റെ ഭരണത്തെ നിയന്ത്രിക്കാനുള്ള ഒരു ആലോചന അതില്ലായിരുന്നു എന്ന് വേണം പറയാൻ. പക്ഷെ ഇപ്പോൾ സ്ഥിതി അങ്ങനെയല്ല. അവിടെ ഒരു സൈനിക അട്ടിമറി നടന്നിട്ടാണ് ഷെയ്ഖ് ഹസീനയെ അവിടുന്ന് നിഷ്കാസനം ചെയ്ത് ഭരണം ഈ നൊബേൽ സമ്മാന ജേതാവായ മുഹമ്മദ് യൂനസിന് കൊടുത്തിരിക്കുന്നത്. സൈന്യമാണ് മുഹമ്മദ് യൂനസിനെ അവിടെ താൽക്കാലിക ഭരണാധികാരിയായിട്ട് നിയോഗിച്ചിരിക്കുന്നത്. എന്നിട്ട് സൈന്യം മുഹമ്മദ് യൂനസിനോട് നിർദ്ദേശിച്ചത് ഈ വർഷം ഡിസംബറിന് മുമ്പ് തെരഞ്ഞെടുപ്പ് നടത്തി അവിടെ സുസ്ഥിരമായൊരു സർക്കാരിനെ കൊണ്ടുവരണം എന്നുള്ളതാണ്. പക്ഷേ നമുക്കറിയാം, അവിടെ ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭമൊക്കെ നടന്ന് ജമാഅത്ത് ഇസ്ലാമിയുടെ വലിയ ഇടപെടലുണ്ടായി. തെരുവുകൾ കത്തിച്ച് ഒരു കോടതി വിധിക്കെതിരെ ആണ്, കോടതി പറഞ്ഞതിനെതിരെ സമരം ചെയ്തത് സർക്കാരിനോടാണ്. സർക്കാരിന് നേരെ അതിരൂക്ഷമായ സമരമാണ് നടന്നത്. വലിയ രീതിയിൽ പൊതുമുതൽ നശിപ്പിച്ചു, നിയമം കയ്യിലെടുത്തു. അങ്ങനെയൊക്കെ പോയപ്പോഴാണ് സൈന്യം ഇറങ്ങുകയും ഇതെല്ലാം ഭരണമാറ്റം അവിടെ സംഭവിക്കുകയൊക്കെ ചെയ്തത്. ഇപ്പോഴെന്തായാലും ഈ സൈനിക തലവൻ, ബംഗ്ലാദേശിൻ്റെ സൈനിക തലവൻ മുഹമ്മദ് യൂനസിനോട് പറഞ്ഞിരുന്നത് ഈ ഡിസംബറിന് മുമ്പ് തിരഞ്ഞെടുപ്പ് നടത്തണം എന്നാണ്. പക്ഷെ മുഹമ്മദ് യൂനസിന് അതിനോട് വലിയ താല്പര്യമില്ല. മുഹമ്മദ് യൂനസ് കാരണം മുൻ പ്രധാനമന്ത്രിയുടെ പാർട്ടിയെ തന്നെ അങ്ങ് നിരോധിച്ചു. അവാമി ലീഗിനെ ഉൾപ്പെടെ അവാമി മുഹമ്മദ് യൂനിസിന്റെ സർക്കാർ നിരോധിച്ചു. ഷെയ്ഖ് ഹസീനയെ ഒരു കുറ്റവാളിയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. അവരെ കൈമാറണമെന്ന് ഇന്ത്യയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇതൊന്നും അത്ര എളുപ്പമുള്ള കാര്യങ്ങളല്ല. പക്ഷേ മുഹമ്മദ് യൂനസും തന്നാലാകുന്ന വിധം ഈ ബംഗ്ലാദേശിലെ കുഴപ്പങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നുണ്ട്. അതിലും യൂനസിനും പുറകിൽ ആളുണ്ട്. അതുകൊണ്ടാണ് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റും അതുപോലെ ചൈനയുടെ ഇടപെടലും ഒക്കെ മുഹമ്മദ് യൂനസിന് സഹായകരമാണ്. ആ ധൈര്യത്തിലാണ് മുഹമ്മദ് യൂനസ് ഇപ്പോൾ ബംഗ്ലാദേശിലെ സൈന്യത്തെ പോലും വെല്ലുവിളിക്കുന്നത്. അപ്പോൾ സൈനിക മേധാവിയുടെ നിർദ്ദേശം യൂനസിന് വലിയ താല്പര്യമില്ല. യൂനസിന് ഇതെങ്ങനെ നീട്ടിക്കൊണ്ടുപോകണം, അധികാരത്തിൽ തുടരണം, താൻ കുറച്ചു കാലം അവിടെ ബംഗ്ലാദേശിൻ്റെ ഭരണാധികാരിയായിട്ട് തനിക്ക് കുറച്ച് നാൾ സുഖിച്ച് വാഴണം എന്നുള്ളതാണ് യൂനസിൻ്റെ ലക്ഷ്യം. അതിനുവേണ്ടി യൂനസ് പരിശ്രമിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സൈന്യം കയ്യും കെട്ടി ഇത് നോക്കിയിരിക്കില്ല. കാരണം സൈന്യത്തിന് അറിയാം, ഒരു പരിധി കഴിഞ്ഞാൽ ഇന്ത്യ ഈ വിഷയത്തിൽ ഇടപെടും. വലിയ തോതിൽ അവിടെ ഇപ്പോൾ തന്നെ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ ആക്രമണങ്ങൾ നടന്നു കഴിഞ്ഞു. നിരവധി ഹിന്ദുക്കളും സിഖുകാരും ബൗദ്ധരും ജൈനരും ക്രിസ്ത്യാനികളും ഒക്കെ അവിടെ കൊല്ലപ്പെട്ടു. അവരുടെ ആരാധനാലയങ്ങൾ തകർത്തു, അവരുടെ സ്ഥാപനങ്ങൾ തകർത്തു, അവരുടെ വീടുകൾ തീയിട്ടു. ഇങ്ങനെ വലിയ രീതിയിൽ നിരവധി സ്ത്രീകൾ, ന്യൂനപക്ഷ വിഭാഗത്തിലെ സ്ത്രീകൾ ബലാത്സംഗത്തിനിരയായി. ഇതൊക്കെ അവിടെ നടന്നു വരികയാണ്. അപ്പോൾ ഇപ്പോൾ ഒരല്പം ശാന്തി അവിടെ ഉണ്ട് എന്നേ ഉള്ളൂ. പക്ഷേ ഏതു നിമിഷവും അടുത്തൊരു കലാപം പൊട്ടിപ്പുറപ്പെടാം. ഇങ്ങനെ പോകുന്ന ഒരു സാഹചര്യം, അങ്ങനത്തെ ഒരു അന്തരീക്ഷം അവിടെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ സൈന്യം മുഹമ്മദ് യൂനസിനോട് എത്രയും വേഗം തിരഞ്ഞെടുപ്പ് നടത്തി അവിടെ ഒരു സുസ്ഥിരമായ സർക്കാരിനെ കൊണ്ടുവരണം എന്ന് നിർദ്ദേശിച്ചത്. പക്ഷേ യൂനസ് അത് ചെവിക്കൊണ്ടിട്ടില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. കർശനമായ നിർദ്ദേശമാണ് സൈനിക തലവൻ ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് അത് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾക്ക് ഇടപെടേണ്ടി വരും എന്ന മുന്നറിയിപ്പ് സൈന്യ തലവൻ കൊടുത്തിട്ടുണ്ട്. യൂനസ് പക്ഷേ അതിനൊന്നും മുഖവിലയ്ക്ക് എടുത്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ ശരിയാണെങ്കിൽ യൂനസ് സൈന്യത്തിൻ്റെ നിർദ്ദേശത്തെ, ഈ സൈനിക തലവൻ്റെ ആവശ്യത്തെ ഒരു അവഗണിക്കുകയാണ്, പുല്ലുവില കൽപ്പിച്ച് അവഗണിക്കുകയാണ്. അത് എത്ര നാൾ അങ്ങനെ അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഈ പറഞ്ഞതുപോലെ ബാഹ്യ ഇടപെടലുകൾ അവിടെ ഉണ്ടായില്ലെങ്കിൽ വലിയ കുഴപ്പങ്ങളിലേക്ക് ബംഗ്ലാദേശ് പോകാനുള്ള സാഹചര്യമാണ് നാം കാണുന്നത്. നമുക്കറിയാം, അവിടെ പ്രത്യേകിച്ച് ഇസ്ലാമിക ഭീകരവാദികൾ തങ്ങളുടെ താവളം ഉറപ്പിക്കാനുള്ള വലിയ പരിശ്രമം നടത്തുന്നു. പ്രക്ഷോഭത്തിന് പ്രക്ഷോഭത്തിന് പിന്നാലെ തന്നെ
ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള സംഘങ്ങൾ അവിടെ ഒരു മതഭരണത്തിലേക്കുള്ള നീക്കങ്ങൾ പല പ്രദേശങ്ങളിലും നടപ്പിലാക്കിയിട്ടുണ്ട്. അതെ, ശരീഅത്ത് കൊണ്ടുവരാനാണ് അവരുടെ നീക്കം. അതുപോലെ തന്നെ ഈ യൂനസിനും പാകിസ്ഥാനുമായിട്ടും ചൈനയുമായിട്ടും കൂടുതൽ ചേരണം, ഇന്ത്യയോട് അടുക്കണ്ട, ഇന്ത്യയെ ഒരു ശത്രുവായിട്ട് കാണണം എന്ന നിലപാടാണുള്ളത്. തൊട്ടയൽവക്കത്ത് കിടക്കുന്ന 3 വശങ്ങളും അവരുടെ 3 വശങ്ങളിലെ അതിർത്തികളും ഇന്ത്യൻ അതിർത്തിയാണുള്ളത്. എന്നിട്ടും ഇന്ത്യയുമായിട്ടല്ല സഹകരിക്കാൻ താല്പര്യം, മറിച്ച് കിലോമീറ്ററുകളോളം അകലെ കിടക്കുന്ന, ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ കിടക്കുന്ന പാകിസ്ഥാനോടും കിഴക്കു ഭാഗത്തുള്ള ചൈനയോടും കൂടി ചേരാനാണ് ആഗ്രഹിക്കുന്നത്. അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് യൂനസിനും അറിയാം. പക്ഷേ യൂനസ് ഇന്ത്യയുമായിട്ട് ഒരു വിധത്തിലും സഹകരിക്കാൻ തയ്യാറല്ല. സൈന്യം ഈ കാര്യങ്ങളെല്ലാം വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സൈന്യത്തിന് അവിടെ ഒരു സുസ്ഥിരമായ സർക്കാർ വരണമെന്നേ താല്പര്യമുള്ളൂ. അതുകൊണ്ട് സൈന്യം ആ രീതിയിൽ മുന്നോട്ട് പോകും. ഈ വരുന്ന ഡിസംബറിന് മുമ്പ് അവിടെ തെരഞ്ഞെടുപ്പ് നടത്തി കൃത്യമായിട്ട് ഒരു ഗവൺമെൻറ് അധികാരത്തിലെത്തിയില്ലെങ്കിൽ ഞങ്ങൾ ഇതിനകത്ത് ഇടപെടും എന്ന സൈന്യത്തിൻ്റെ മുന്നറിയിപ്പ് യൂനസ് വലിയ വില കൊടുക്കാതെ അവഗണിച്ചിരിക്കുകയാണ്. എന്തായാലും നമുക്കറിയാം, അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിൻ്റെ വക്താക്കൾ, പ്രത്യേകിച്ചും ജോർജ് സോറസിൻ്റെ മകൻ അലക്സാണ്ടർ സോറസും മറ്റുമൊക്കെ അവിടെ വരികയും യൂനസിനെ നേരിട്ട് കാണുകയും ചെയ്തു. ഈ അമേരിക്കൻ ഫണ്ടിങ് ബംഗ്ലാദേശിന് നിലച്ചു കഴിഞ്ഞപ്പോൾ, USAID നിലച്ചു കഴിഞ്ഞപ്പോൾ അവർ വലിയ സഹായമാണ് ഓഫർ ചെയ്തത്. കോടിക്കണക്കിന് അമേരിക്കൻ ഡോളർ ജോർജ് സോറോസും മകൻ അലക്സാണ്ടർ സോറോസും ഇവർക്ക് കൊടുക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. അത് ആ തുക കിട്ടിയോ ഇല്ലയോ എന്നിപ്പോഴും വ്യക്തമല്ല. പക്ഷെ അതത്ര എളുപ്പത്തിൽ കിട്ടുന്നതല്ല. കാരണം ജോർജ് സോറോസ് ആണ് അത് തരുന്നത്. അതുകൊണ്ട് തന്നെ അയാൾ വിലപേശാതെ ഒന്നും കൊടുക്കില്ല. അയാളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നവർക്ക് മാത്രമേ അത് കൊടുക്കുകയുള്ളൂ. തീർച്ചയായിട്ടും ജോർജ് സോറോസ് അതിന് കണ്ടീഷനുകൾ വെക്കും. ആ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അനുസരിച്ച് മാത്രമേ പണം ബംഗ്ലാദേശിലേക്ക് വരികയുള്ളൂ. ഇനി ആ പണം വന്നാൽ പോലും ബംഗ്ലാദേശ് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. അവിടെ ആഹാര സാധനങ്ങൾക്ക് ക്ഷാമമുണ്ട്. അതുപോലെ തന്നെ അവരുടെ കയറ്റുമതി വലിയ തോതിൽ ബാധിക്കപ്പെട്ടിരിക്കുകയാണ്. ഇന്ത്യ പലതിനും അവർക്ക് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നു. തുണി പ്രത്യേകിച്ചും ഇന്ത്യയിൽ നിന്ന് നൂല് വലിയ തോതിൽ ബംഗ്ലാദേശിലേക്ക് കയറ്റി അയക്കുന്നുണ്ട്. അത് നിലച്ചു. ഇന്ത്യ ഇപ്പോൾ നൂല് അയക്കുന്നില്ല. അവിടെ ആ നൂല് അവർ തുണിയാക്കി അതിനെ വസ്ത്രങ്ങളൊക്കെ ആക്കി മാറ്റിയതിന് ശേഷം തിരിച്ച് ഇന്ത്യയിലേക്ക് തന്നെ തരാറുണ്ട്. ഇന്ത്യയിൽ നിന്നാണ് അത്, ഇന്ത്യയുടെ ആവശ്യത്തിനും മറ്റു പല രാജ്യങ്ങളിലേക്കുമൊക്കെ പോകുന്നത് ഇന്ത്യയിൽ നിന്നാണ്. അപ്പോൾ അതിനുമൊക്കെ ഇപ്പോൾ തടസ്സം നേരിട്ടിരിക്കുന്നു. ബംഗ്ലാദേശിൻ്റെ സാധനങ്ങൾ ഇനി ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ചില കാര്യങ്ങളിൽ ഇന്ത്യ ഗവൺമെൻറ് പോയിട്ടുണ്ട്. അരി അങ്ങോട്ട് കൊടുക്കുന്നില്ല, നൂല് അങ്ങോട്ട് കൊടുക്കുന്നില്ല, വസ്ത്രം ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്നില്ല, തുണി ഇറക്കുമതി ചെയ്യുന്നില്ല. ഇതൊക്കെ ബംഗ്ലാദേശിനെ വലിയ തോതിൽ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കുകയാണ്. ബംഗ്ലാദേശിൻ്റെ വരുമാനം വലിയ തോതിൽ ബാധിക്കപ്പെട്ടു. അവരുടെ GDP കുത്തനെ ഇടിഞ്ഞിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ കയറ്റുമതിയെ ബാധിച്ചു കഴിഞ്ഞാൽ, കയറ്റുമതി നിലച്ചാൽ ബംഗ്ലാദേശ് കൊടും പട്ടിണിയിലാകും. നമുക്കറിയാം, ഇന്ത്യയുമായിട്ടുള്ള ഊഷ്മളമായ ബന്ധം അവസാനിപ്പിച്ച് അവർ ഇന്ത്യയോട് ശത്രുത പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ ഈ അദാനിയാണ് അവിടെ. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ സംഘർഷത്തിന് പിന്നാലെ, ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിന് പിന്നാലെ ഇന്ത്യയെ വലിയ രീതിയിൽ അഫ്ഗാനിസ്ഥാനുമായി അടുക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. അപ്പോൾ അഫ്ഗാനിസ്ഥാനുമായി ഇപ്പോൾ ഇന്നലെ വന്ന വാർത്തകൾ നാം ശ്രദ്ധിക്കുമ്പോൾ അറിയാം, അഫ്ഗാനിസ്ഥാനുമായി അടുക്കാൻ ചൈന വരികയാണ്. അതുപോലെ ഇന്ത്യ വിരോധമുള്ള രാജ്യങ്ങളായ ബംഗ്ലാദേശിനും ചൈനയുടെ ഭാഗത്തു നിന്ന് സഹായങ്ങൾ ഉണ്ടാകേണ്ട സാധ്യത ഉണ്ടല്ലോ. തീർച്ചയായിട്ടും അത് തുടക്കത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നു. ഈ ചൈന ചില ഓഫറുകളൊക്കെ വച്ചിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ അത് കാര്യക്ഷമമായി മുന്നോട്ട് പോയില്ല. അപ്പോൾ ചൈനയുടെ പുറകെ നടക്കുന്നുണ്ട് യൂനസ്, ഇങ്ങനെ അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞു. നമുക്കറിയാം ചൈനയുടെ പുറകെ പോയ ശ്രീലങ്കയുടെ ഗതി എന്തായെന്ന് നമ്മൾ കണ്ടു. അതുപോലെ മറ്റു പല രാജ്യങ്ങളും ഈ ചൈനയുമായിട്ട് സഹകരിക്കാൻ പോയിട്ട് അവസാനം ചൈന അവരെ വിഴുങ്ങുന്ന അവസ്ഥ വന്നു. ശ്രീലങ്കയെ രക്ഷിച്ചത് വാസ്തവത്തിൽ ഇന്ത്യയാണ്. ഇന്ത്യയുടെ സഹായം വേണ്ട സമയത്ത് അവിടെ എത്തിയില്ലായിരുന്നെങ്കിൽ ശ്രീലങ്ക വലിയ കുരുക്കിൽ അകപ്പെട്ടു പോയേനെ. അത് ശ്രീലങ്ക എന്ന ആ രാജ്യത്തെ, അല്ലെങ്കിൽ ആ ചെറിയ ദ്വീപിനെ മുച്ചൂട് നശിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് അത് പോകുമായിരുന്നു. എന്തായാലും അത്രയും സംഭവിച്ചില്ല. അതിനു മുമ്പേ ആ കാര്യത്തിൽ ഒരു മാറ്റമുണ്ടാക്കാൻ ഇന്ത്യക്ക് സാധിച്ചു. ഇപ്പോഴിതാ ബംഗ്ലാദേശും ഇതുപോലെ ചൈനയുടെ പുറകെ നടക്കുകയാണ്. പക്ഷേ ചൈന അത്രയും അങ്ങോട്ട് മൈൻഡ് ചെയ്യുന്നില്ല. കാരണം ബംഗ്ലാദേശ് കുറേ കൂടെ ബുദ്ധിമുട്ടുകൾ ബംഗ്ലാദേശിന് വരട്ടെ, അപ്പോൾ ഉപാധികളില്ലാതെ സഹായം സ്വീകരിക്കാൻ
ഉള്ള അവരുടെ ആ കഴിവ്, വിലപേശാനുള്ള അവരുടെ കഴിവ് നഷ്ടപ്പെടും. എങ്ങനെയെങ്കിലും ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യാം, എന്ത് വിട്ടുവീഴ്ച വേണമെങ്കിലും ചെയ്യാം, നിങ്ങളുടെ സഹായം ലഭിച്ചാൽ മതി എന്നൊരു സാഹചര്യത്തിലേക്ക് ബംഗ്ലാദേശ് എത്തും എന്ന് ചൈനയ്ക്ക് അറിയാം. അതിനുവേണ്ടി അവർ കാത്തിരിക്കുകയാണ്. എന്തായാലും അത്രയൊന്നും സ്ഥിതി മോശമായി പോകും എന്ന് തോന്നുന്നില്ല. അതിനു മുമ്പ് തന്നെ അവിടെ സൈനിക ഇടപെടലുണ്ടാകുകയും ഒരു തെരഞ്ഞെടുപ്പ് വരികയും സുസ്ഥിരമായൊരു സർക്കാർ ബംഗ്ലാദേശിൽ ഉണ്ടാകുകയും ചെയ്യട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം.